He's the Lord. He is the Lord, and He reigns on high. He is the Lord. Spoke into the darkness, created the light. He is the Lord. Who is like unto Him, never ending in days. He is the Lord. And He comes in power when we call on His name. He's show your power, show your power, oh Lord our God. Show your power, oh Lord our God, oh Lord our God. Your gospel, oh Lord, is the hope for our nation. You are the Lord. It's the power of God for our salvation. We ask not for riches, but look to the cross. You are the Lord. And for our inheritance, give us the lost. You are the Lord. Show your power, show your power, oh Lord our God. Show your power, oh Lord. Show your power, show your power. Show your power, oh Lord our God, oh Lord our God. Yeah. Oh Lord, you are my God. As we can feel the love of God in this place, we believe your goodness, we receive your grace. We delight ourselves at your table, oh God. You do all things well. Just look, we can feel love. We can feel the love of God in this place. We believe your goodness, we receive your grace. We delight ourselves at your table, oh God. You do all things well. Oh, we can feel the love of God in this place. We believe your goodness, we receive your love. We delight ourselves at your table, oh Lord. You do all things well. Just look at our life and show your power, oh Lord. Show your power, show your power. Show your power, oh Lord, oh yeah, oh you're my God. Show your power, oh Lord, our God, oh Lord, our God. Hey, you are my God. Sing, show your power, show your power. Oh Lord, our God, show us, Lord, show your power, oh Lord, our God, oh Lord, our స్తుతిచేయి మనమే నిత్యము జీవనాదే
ഗുഡ് ഈവനിങ്, പ്രൈസ് ഗാഡ്. ഏവർക്കും മിറക്കിൾ നൈറ്റിലേക്ക് സ്വാഗതം. പ്രൈസ് ഗാഡ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദ ഡിവൈൻ സ്ട്രാറ്റജി ഫോർ യുവർ വിക്ടറി. ഒന്നുകൂടെ പറയാം, ദ ഡിവൈൻ സ്ട്രാറ്റജി ഫോർ യുവർ വിക്ടറി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയമുണ്ടാകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, മേഖലകളിൽ വിജയം സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ദൈവികമായ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്, പ്രൈസ് ഗോഡ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല മേഖലകളിലും എനിക്ക് പരാജയം പറ്റുമോ, ഞാനിവിടെ തോറ്റുപോകുമോ എന്ന് ഭയപ്പെടുന്ന, ഭാരപ്പെടുന്ന ചില മണ്ഡലങ്ങളുണ്ട്, ചില പ്രത്യേക മേഖലകളുണ്ട്.
ചിലപ്പോൾ കുടുംബജീവിതമായിരിക്കാം, ചിലപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി. എൻ്റെ ജീവിതം രക്ഷപ്പെടുമോ? എൻ്റെ കുടുംബജീവിതം വിജയിക്കുമോ? കാരണം ഞാനിന്ന് കാണുന്ന അനേക കുടുംബങ്ങൾ, എൻ്റെ പല സ്നേഹിതരുടെയും കുടുംബങ്ങളൊക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതം അങ്ങനെയാകുമോ? ഞാൻ പരാജയപ്പെടുമോ? അങ്ങനെ പരാജയപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. ഞാനൊരു ബിസിനസ് ആരംഭിച്ചു, അത് വിജയിക്കുമോ? അത് പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാനൊരു പരീക്ഷ എഴുതി, അതിലെനിക്ക് വിജയമുണ്ടാകുമോ? പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരുപാട് വെല്ലുവിളികൾ, ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന, ഭാരപ്പെടുന്നവരാണ് മിക്കവരും. എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയയിൽ ഒരു വെല്ലുവിളിയുണ്ട്. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ എനിക്കൊരു കേസുണ്ട്, കോടതിയിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ? ആമേൻ. അപ്പോൾ അങ്ങനെ പല മണ്ഡലങ്ങളിലും പരാജയഭീതിയിലായിരിക്കുന്ന ജനം, ഇന്ന് രാത്രി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ഗോഡ്സ് സ്ട്രാറ്റജി ഫോർ യുവർ വിക്ടറി? നിങ്ങളുടെ വിജയത്തിനുള്ള ദൈവത്തിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? പ്രൈസ് ഗോഡ്. അപ്പോൾ അതിനു മുമ്പ് ആ സ്ട്രാറ്റജി, ദൈവത്തിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളോട് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളൊരു ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവായ ഈശോ മിശിഹായെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുവാനുള്ള കാരണങ്ങൾ, അതുകൂടെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ദൈവത്തിൻ്റെ ആ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. സോ നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കാൻ പോവുകയാണ്. ബൈബിളിനകത്ത് ജഡ്ജസ് എന്നൊരു ബുക്കുണ്ട്. ജഡ്ജസ്, ന്യായാധിപന്മാർ. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചാലേ വളരെ ബ്യൂട്ടിഫുള്ളാണത്. നിങ്ങൾ വായിച്ചില്ലേ, വായിക്കണം നിങ്ങളത്. കാര്യം നമ്മുടെ ആ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവം തൻ്റെ മക്കളെ ഒരു പ്രത്യേക ഒരു പ്രോമിസിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് അവർക്കുണ്ടായി, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാ നടുവിലും അവർ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ നിൽക്കാത്തത് കൊണ്ടും, ദൈവം ആഗ്രഹിക്കാത്ത പാതകളിലേക്ക് പോകുന്നത് കൊണ്ടും, ദൈവവചനത്തെ അനുസരിക്കാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നത് കൊണ്ടും അവരുടെ ലൈഫിൽ വന്ന ചില പ്രോബ്ലംസ്, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് പറ്റിപ്പോയ, ഭവിച്ചുപോയ ചില തെറ്റുകൾ, ചില അപാകതകൾ, ചില മിസ്റ്റേക്കുകൾ, അത് മനഃപൂർവ്വം നമ്മൾ ചെയ്തതെന്ന് പറയുന്നില്ല. ചിലർ മനഃപൂർവ്വം ചെയ്തവരുണ്ട്. എന്നാൽ നമുക്ക് അൺനോയിങ്ലി, ഇഗ്നറൻസ് ഒക്കെ പറ്റിപ്പോയ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയിട്ട്, ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് അതിനെ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ, നമുക്ക് വേണ്ടി ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്കതിനു വേണ്ടി ന്യായാധിപന്മാരുടെ പുസ്തകം, ദി ബുക്ക് ഓഫ് ജഡ്ജസ്, ചാപ്റ്റർ 1 വേഴ്സ് 1, അതിൻ്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. മതി. അപ്പോൾ നമ്മൾ നോക്കിയേ, അവിടെ ഈ ന്യായാധിപന്മാരുടെ ആ ഒരു കാലഘട്ടം വരികയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ, കാരണം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഈ മെസ്സേജ് ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ശ്രദ്ധിച്ചിരുന്നാലേ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അവിടെ പറയുന്നതാണ്, ജോഷുവ, നമുക്കറിയാമല്ലോ, മോശ ജനത്തെ കൊണ്ടുവന്നു. മോശയ്ക്ക് ആ പ്രോമിസിന് കയറാൻ പറ്റിയില്ല. ജോഷുവ ആണ് അവരെ അങ്ങോട്ട് ലീഡ് ചെയ്തത്. പക്ഷേ ജോഷുവ കുറേ നാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ജോഷുവ 110 വയസ്സായപ്പോൾ പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലീഡർഷിപ്പ് വാക്യൂം, ഒരു നേതൃത്വത്തിൻ്റെ ഒരു അഭാവം അവർക്കുണ്ടായി. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു കുടുംബനാഥൻ, ഒരു ഫാമിലിയുടെ ലീഡർ എന്ന് പറയുന്നത് കുടുംബനാഥനാണ്. ആ കുടുംബത്തിലെ അപ്പൻ അല്ലെങ്കിൽ ഭർത്താവ്. ഈ കുടുംബനാഥൻ ഒരു പ്രോപ്പർ ലീഡർഷിപ്പുള്ള ആളല്ലെങ്കിൽ അതിൻ്റേതായ തിക്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് ആ ഭാര്യയും മക്കളുമായിരിക്കും. പ്രൈസ് ഗോഡ്. കാര്യം എപ്പോഴും ഒരു കുടുംബനാഥൻ എപ്പോഴും പുള്ളിക്കാരൻ ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. കാരണം എപ്പോഴും നമ്മൾ ഒരു വീടായാലും, ഒരു ചേർച്ച് ആയാലും, ഒരു കമ്പനി ആയാലും, ഒരു ഓർഗനൈസേഷൻ ആയാലും, ഒരു ക്ലബ്ബായാലും, പ്രൈസ് ഗോഡ്, ഒരു ബിസിനസ് ആയാലും, അതിനൊരു നല്ല വിഷനുള്ള, നല്ല കാഴ്ചപ്പാടുള്ള, നല്ല ഒരു ലീഡർ ഇല്ലെങ്കിൽ, താഴോട്ടുള്ള ആളുകൾ എത്ര മിടുക്കന്മാരായാലും, നല്ലൊരു ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ, ആ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആ ഒരു കമ്പനി, ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ചേർച്ച്, ആ ഒരു ഫാമിലി ഒക്കെ പരാജയപ്പെട്ട് കൂപ്പുകുത്തും.
ഒരു സംശയം വേണ്ട. കാരണം ഞാൻ ഈ ദിവസങ്ങളിലെ ഈ ലീഡർഷിപ്പിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പ്രോപ്പർ ലീഡർഷിപ്പ്, ഒരു ശരിയായ നേതൃത്വം ഇല്ലെങ്കിൽ എത്ര മിടുക്കന്മാരുണ്ടെങ്കിലും ഒരു വൺ മാൻ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കോറുണ്ട്, ആ ഒരു വിഷൻ ക്യാരി ചെയ്യുന്ന ഒരു കോറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് നല്ലൊരു വിഷണറി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളൊക്കെ അവരുടെ കൂടെ നിൽക്കും. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു വിഷനുണ്ട്, ഫാമിലിയെക്കുറിച്ചൊരു വിഷനുണ്ട്, അവർ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രിയെക്കുറിച്ച് അവർക്കൊരു വിഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാൻ വിത്ത് എ വിഷൻ, മാൻ വിത്ത് എ മിഷൻ, മാൻ വിത്ത് കമ്പാഷൻ, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ നേതാവെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അങ്ങനെ ഒരു നേതൃത്വം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും ഒരുപാട് ഡിക്ലൈൻ ആൻഡ് ഡീകേ ആൻഡ് ഡിഫീറ്റ്. അവർക്ക് ഡിക്ലൈൻ ഉണ്ടാകും, ഡീകേ ഉണ്ടാകും, ഡിഫീറ്റ് ഉണ്ടാകും. പ്രൈസ് ഗോഡ്. അതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു സമയം. ജോഷുവ മരിച്ചപ്പം അവർ ചോദിക്കുന്നത് എന്താണ്? ഒന്ന് വായിച്ചു. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത്? നോക്കൂ, അവിടെ ജോഷുവയുടെ മരണശേഷം there was a confusion. Who will go? എന്താണ് അതിൻ്റെ അർത്ഥം? ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്തോ? It sounds, who is the leader? Who is our leader? Who will lead us? Who will guide us? നമ്മളെ ആര് ലീഡ് ചെയ്യും? നമ്മളെ ആര് ഗൈഡ് ചെയ്യും? Praise God. അത് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തൊരു വീടാകട്ടെ, ഒരു കമ്പനിയോ ചേർച്ചോ ഓർഗനൈസേഷനോ എന്തോ ആകട്ടെ, they will scatter. They will be scattered. Praise God. സോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ജന്മനാ എല്ലാവർക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ചിലർക്കത് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. പക്ഷേ യു ക്യാൻ ട്രെയിൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റും ആസ് എ ലീഡർ. പ്രൈസ് ഗോഡ്. ഞാനൊരു നല്ല ലീഡർ ആയിരുന്നോ, എനിക്ക് ജന്മന അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം ആ ഒരു ലീഡർഷിപ്പിലേക്ക്, ഒരു ചേർച്ചിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക്, ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ആ ലീഡർഷിപ്പിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. ഞാൻ എന്നെ തന്നെ ഒത്തിരി ഡിസിപ്ലിൻ ചെയ്തു, ട്രെയിൻ ചെയ്തു. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയി ഞാൻ പറയുന്നില്ല. അപ്പം ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഫാദർ, ആസ് എ പാസ്റ്റർ, ആസ് എ സിഇഒ, നമുക്കൊക്കെ ചില വീക്ക് ഏരിയാസ് കാണും, ചില മിസ്റ്റേക്സ് സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങൾ കാണും. അതെവിടെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത് ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരികയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് വാക്യൂം വന്നവിടെ. ഓക്കെ, നമുക്കിനി അവിടെ നമ്മൾ എന്താ പറയുന്നത്? സത്യത്തിൽ ഈ ജനം, ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ദേ വർ എൻജോയിങ് ദ ഫ്രീഡം ആൻഡ് ദ പ്രോസ്പെറിറ്റി ഇൻ ദ പ്രോമിസ് ലാൻഡ്. പ്രൈസ് ഗോഡ്. ജോഷു അവരെ കൊണ്ടുവന്നു, ദേശം വിഭജിച്ചു കൊടുത്തു, ഓരോ ഗോത്രത്തിനും കൊടുത്തു. പ്രൈസ് ഗോഡ്. അങ്ങനെ they were really enjoying the freedom, praise God, and the prosperity in the promised land. ആ വാഗ്ദത്ത ഭൂമിയിൽ അവർ ശരിക്കും അവർക്ക് കിട്ടിയ ഫ്രീഡം, അവർക്ക് ദൈവം കൊടുത്ത പ്രോസ്പെറിറ്റി എല്ലാം അവർ എൻജോയ് ചെയ്യുമായിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷേ ഇതൊരു അപകടകരമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ഒരു 34 വർഷമായിട്ട് ഈ ഒരു ക്രിസ്ത്യൻ മിനിസ്ട്രി നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി ഫാമിലീസിനെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുകയും അവരോട് ഡീൽ ചെയ്യുകയും അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് എക്സ്പീരിയൻസൊക്കെ ദൈവം തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നത്, എന്തെങ്കിലും കടഭാരമുണ്ട്, അല്ലെങ്കിൽ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല, അല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾ, ഡിപ്രഷനുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ സിക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു കേസുണ്ട്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും റീസൺസിൽ ആളുകൾ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഇവർ വന്നു കഴിയുമ്പോൾ ഇവരുടെ വിഷയം നമ്മുടെ ഒരു വിഷയമായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ഇതിനു വേണ്ടി ദൈവത്തിൽ ഇരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ വിഷയങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ, കേസൊക്കെ മോചിച്ചു, അല്ലെങ്കിൽ കേസ് അവർ ജയിച്ചു, അല്ലെങ്കിൽ അവർക്കൊരു കുഞ്ഞ് ജനിച്ചു, വിവാഹം നടന്നു, പിന്നെ കാറ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഭൗതികമായ കാര്യങ്ങൾ, നേട്ടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ പതുക്കെ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രവണത, അത് സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ്.
എല്ലാവരെയും കുറിച്ചല്ല ഞാനത് പറയുന്നത്, എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് നോട്ട് എ മൈനോറിറ്റി, ദ മെജോറിറ്റി. പലപ്പോഴും ഒരു മെജോറിറ്റി അങ്ങനെ ദൈവത്തെ മറന്നു പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. അപ്പോൾ സത്യത്തിൽ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി എല്ലാവരും പോലെ ഞാനും പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ റിജക്ഷനിലൂടെ ഒക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഒത്തിരി ഒഫൻഡായി പോകേണ്ട ഒത്തിരി അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒഫൻഡഡ് ആയിട്ടില്ല എന്ന് ഞാൻ പറയുന്നുമില്ല, ചില സമയത്തൊക്കെ ഒഫൻഡഡ് ആയിട്ടുമുണ്ട്. പക്ഷേ അന്നേരം ദൈവം നമ്മൾ കാണിച്ചു തരും, നീ ഒഫൻഡഡായി എന്ന് കാണിച്ചു വരുമ്പം നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് അതിൽ നിന്ന് പുറത്തു വരും. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളതായ പ്രതികൂലങ്ങളോടൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനത്തെ പ്രതികൂലങ്ങളിലോ പ്രയാസഘട്ടങ്ങളിലോ ഞാൻ ഒത്തിരി കരയാറൊന്നുമില്ല, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ കരയുന്നത് എപ്പോഴാണെന്നറിയാമോ? എൻ്റെ ലൈഫിൽ ദൈവം ഒരു നന്മ ചെയ്യുമ്പോൾ, ദൈവം എനിക്കൊരു വഴി തുറക്കുമ്പോൾ, ഒരു ദൈവികമായ ഒരു ദൈവിക വഴി എനിക്ക് തുറക്കപ്പെടുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നമ്മളിലേക്ക് വരുമ്പോൾ ഒക്കെ ഞാൻ കരയാറുണ്ട്. അത് സങ്കടം കൊണ്ടല്ല, കാരണം ദൈവം എനിക്ക് വേണ്ടി തൻ്റെ കരങ്ങൾ നീട്ടിയല്ലോ, ദൈവത്തിൻ്റെ ആ സ്നേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ എന്നെ കാണിച്ചു തരുന്നല്ലോ എന്നോർക്കുമ്പോൾ പലപ്പോഴും ഞാൻ കരയാറുമുണ്ട്, ഞാൻ എൻ്റെ താഴ്ത്താറുമുണ്ട്. സത്യമായൊരു കാര്യം തന്നെ ഞാൻ പറയുന്നത്, ഒട്ടും എക്സാജറേറ്റ് ചെയ്യല്ല. ഞാൻ പലപ്പോഴും എന്നെ തന്നെ താഴ്ത്താറുണ്ട്. കർത്താവേ, ആം ഐ വർത്തി ഫോർ ദിസ്? കർത്താവ്, ഈ ഒരു നന്മയ്ക്ക് ഞാൻ യോഗ്യനാണോ എന്ന് പലപ്പോഴും ഞാൻ നന്ദിയോടെ ഞാൻ ദിവസത്തിലെ ആ നന്ദിയുടെ കണ്ണുനീരുകൾ എനിക്ക് വരാറുണ്ട്. പക്ഷേ പലപ്പോഴും പല ആളുകളും അങ്ങനെയല്ല. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ കുറച്ചാണ്. ബൈബിളിൽ നമുക്ക് ദാവീദിനെ കാണാം. ദാവീദ് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ നന്മകൾ വരുമ്പോൾ, കർത്താവ് ഞാൻ ഇതിന് യോഗ്യനാണ്, ഞാൻ നിനക്കൊരു ഭവനം പണിയും, ഞാൻ നിനക്കൊരു ഗൃഹം പണിയെന്ന് പറയുമ്പോൾ, ലോർഡ് എന്നെ ഇത്രത്തോളം മാനിക്കുവാൻ ഞാൻ എന്തുള്ളു കർത്താവേ എന്ന് ചോദിക്കുന്ന ദാവീദിൻ്റെ ആ ഒരു അനുഭവം. ദാവീദ് പാപം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, ദൈവമക്കളെ, ദാവീദിന് പാപം ചെയ്ത് ദൈവം ദാവീദിന് അടി കൊടുത്തു. പക്ഷേ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം ദാവീദിനെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ ഈ ഒരു തകർന്ന ഹൃദയമാണ്. ആ ദാവീദ പറയാൻ, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, ദ ബേൺ ഓഫറിംഗ് ഓഫ് ഗാഡ് ഇസ് എ ബ്രോക്കൺ ഹാർട്ട്, ഇസ് എ കോൺട്രൈറ്റ് സ്പിരിറ്റ്. അപ്പോൾ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം, അതാണ് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, അതാണ് ദൈവത്തിൻ്റെ ബേൺ ഓഫറിംഗ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയ ഒരാളാണ് ദാവീദ്. ബട്ട് എൻ്റെ വിഷയം ദാവീദല്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ നന്മകൾ വരുമ്പോഴാണ് നമ്മൾ താഴേണ്ടത്, കരയേണ്ടത്. അല്ല, നന്മ വരുമ്പം BMW കാറിനകത്ത് കയറി ഇരുന്നിട്ട് വലിയ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയല്ല നിനക്ക് BMW കാർ എന്നത്. നിൻ്റെ ഒരു കമ്പനിയുടെ മാനേജറാക്കിയത്, നിന്നെ ഒരു കമ്പനിയിൽ ഏതെങ്കിലും ഒരു മാനേജിങ് ലെവലിലേക്ക് കൊണ്ടുവന്നത്, നീ പഠിച്ച നിൻ്റെ BTech, നിൻ്റെ MBA, നിൻ്റെ MTech ഒക്കെ നീ പാസ്സായത്, നിൻ്റെ MBBS പാസ്സായത് അഹങ്കരിക്കാനല്ല. കർത്താവെ, എൻ്റെ കൂടെ വന്ന പലർക്കും അത് കിട്ടാഞ്ഞപ്പോഴും എനിക്കത് കിട്ടിയല്ലോ കർത്താവെ എന്നുള്ള ഒരു നന്ദി, എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്, എ ഗ്രാറ്റിറ്റ്യൂഡ്. ദാറ്റ്സ് വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഫ്രം അസ്. അല്ല, നന്മ വരുമ്പം പിന്നെ ഹൂ ഇസ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് മെജോറിറ്റി. അങ്ങനെയല്ല, അങ്ങനെ ആകരുത് മക്കളെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്. പ്രൈസ് ഗോഡ്. നമുക്ക് അതിൻ്റെ 17:6 വായിക്കാം. ജഡ്ജസ് 17:6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഇതായിരുന്നു, ദിസ് വാസ് എ സിറ്റുവേഷൻ. ഈ ജഡ്ജസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലെ ദിസ് വാസ് എ സിറ്റുവേഷൻ. എന്താണ്? ഒന്നുകൂടെ വായിച്ചോ. അക്കാലത്ത്, ഏത് കാലത്ത്? ജഡ്ജസ് ഭരിക്കുന്ന കാലത്ത്. അതായത് ഈ ജോഷുവയുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ജഡ്ജസ് ഭരിക്കാൻ തുടങ്ങി. ന്യായാധിപന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറി. അവർ രാജാക്കന്മാരൊന്നുമല്ല, അവർ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ പീപ്പിൾ. അവരെല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല, അതിനകത്തൊക്കെ അവരുടെ ലൈഫിലൊക്കെ തെറ്റുകളൊക്കെ ഒത്തിരി പറ്റിയിട്ടുണ്ട്. സാംസൺ ഷിംസോനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പുള്ളിക്ക് ലോക മനുഷ്യരെക്കാൾ ഫ്രോഡ് പണിയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷേ എങ്കിലും ദൈവം അവരൊക്കെ ശക്തിയോട് ഉപയോഗിച്ചു. അവർ ചെയ്തതിൻ്റെ അടി ദൈവം അവർക്ക് കൊടുക്കും, പക്ഷേ ഗാഡ് യൂസ് ദം. അപ്പോൾ ഈ ജഡ്ജസ് ജോഷുവയുടെ കാലശേഷം ഏതാണ്ട് 3 നൂറ്റാണ്ടിൽ പരം, 3 നൂറ്റാണ്ടോളം, മോർ ദാൻ 3 സെഞ്ച്വറീസ് ഇവർ ഭരിച്ചു. ഇവർ ഭരിച്ച ഒരു കാലത്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. ഒരു കേന്ദ്ര ഭരണം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു സെൻട്രലൈസ് ചെയ്ത് ഭരിക്കുന്ന ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റൂളിംഗ് സിസ്റ്റമോ പിന്നെ ഇതുപോലത്തെ കോടതികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റം ഒന്നുമില്ലായിരുന്നു.
ആക്ച്വലി ആ ഒരു ജഡ്ജസിൻ്റെ കാലം എന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്, അതൊരു എന്താ പറയുക, തെയോറ്റിക് റൂളിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് എ തെയോട്ടിക് റൂളിംഗ്. തെയോസ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഗ്രീക്കിൽ ദൈവം എന്നുള്ളതിൻ്റെ ഇതാണ് തെയോസ്. ഇറ്റ് വാസ് എ തെയോട്ടിക് ടൈം. ഇറ്റ് വാസ് എ തെയോട്ടിക് റൂളിംഗ് ടൈം. അതായത് ദൈവം തന്നെ ഡയറക്റ്റ് അവർ ഭരിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. എന്താ? ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുത്തു. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യരുത്, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ദോഷം വരും, ഞാൻ പറയുന്ന പോലെ നടന്നാൽ നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടാകും. കാരണം ഞാൻ ഈ പ്രോമിസ് ലാൻഡിൽ കൊണ്ടുവന്നു, നിങ്ങളിനി ആരും ഭരിക്കത്തൊന്നുമില്ല. യു ഹാവ് ദ ഫ്രീഡം, യു ഹാവ് ദ പ്രോമിസ്, യു വിൽ ഹാവ് പ്രോസ്പെരിറ്റി, യു വിൽ ഹാവ് മൈ പ്രൊവിഷൻ, യു വിൽ ഹാവ് മൈ പ്രൊട്ടക്ഷൻ. നിങ്ങൾക്കിതെല്ലാം ഉണ്ടാകും. ബട്ട് ദർ ഈസ് നൺ ടു റൂൾ ഓവർ യു. നിങ്ങളുടെ മേൽ ഭരിക്കാൻ ഞാൻ ആരെയും ഇപ്പോൾ ഏൽപ്പിച്ചിട്ടില്ല. ഈ ജഡ്ജസ് നിങ്ങളെ ന്യായപാലനം ചെയ്യുക. ദേ വർ നോട്ട് റൂളിങ് ദ പീപ്പിൾ. മനസ്സിലായോ? ദേ വർ ജഡ്ജിങ് ദ പീപ്പിൾ. എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ആളുകളെന്നുള്ള അർത്ഥമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസത്തിൽ വന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, കർത്താവ് യേശുവിനെ കർത്താവിൻ്റെ രക്ഷകന് വേണ്ടി സ്വീകരിച്ച് ദൈവവചനപ്രകാരം ജീവിക്കാൻ വേണ്ടി ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ നൽകപ്പെട്ട ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമാണ് നിങ്ങളോടും എന്നോടും ചേർത്ത് ഞാൻ പറയുകയാണ്. നമ്മളെ ഭരിക്കാൻ ആരുമില്ല. ഇപ്പം ഞാനൊരു പാസ്റ്ററാണ്. ഐ എം നോട്ട് എ പേഴ്സൺ ടു റൂൾ ദ പീപ്പിൾ. സഭയിലുള്ള ആളുകളെ ഇപ്പം സഭയിൽ എനിക്ക് അസൈൻഡ് ലീഡേഴ്സ് ഉണ്ട്, ഡെലിഗേറ്റഡ് ലീഡേഴ്സ് ഉണ്ട്. ഞങ്ങളാരും വി ആർ നോട്ട് ദ പീപ്പിൾ ടു റൂൾ ഓവർ യു. നിങ്ങളെ ഭരിക്കാൻ വേണ്ടിയുള്ള ആളുകളല്ല ഞങ്ങളാരും. വി ആർ ഹിയർ ടു സെർവ് യു. നിങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ആവശ്യമായ സ്പിരിച്വൽ സപ്പോർട്ട് തരാൻ വേണ്ടി, നിങ്ങൾക്ക് ആവശ്യമായ മെൻ്റൽ സപ്പോർട്ട് തരാൻ വേണ്ടി, നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളുകളാണ് ഞാനും എന്നോടൊപ്പമുള്ള ലീഡേഴ്സും ഒക്കെ. പ്രൈസ് ഗോഡ്. ഞങ്ങളാരും നിങ്ങളെ റൂൾ ചെയ്യാറില്ല. ഞങ്ങൾ ഇപ്പോൾ സെൽ ഗ്രൂപ്പ് ലീഡേഴ്സ്, വർഷിപ്പ് ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ലേഡീസ് ലീഡേഴ്സ്, മെൻസ് ലീഡേഴ്സ്, ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് നോട്ട് ടു റൂൾ ഓവർ യു. നിങ്ങളെ ആരും ഭരിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ടു സെർവ് യു. യു ആർ കോൾഡ് ടു സെർവ്, നോട്ട് ടു ബി സെർവ്ഡ്. നമ്മൾ സേവിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. സോ വി ആർ സെർവിങ് യു. അപ്പോൾ ഇത് തന്നെയാണ് സത്യത്തിൽ ഈ ജഡ്ജസിൻ്റെ കാലത്ത് ദാറ്റ് വാസ് ദ സിസ്റ്റം. അതായിരുന്നു ആ ഒരു സിസ്റ്റം. അവരെ റൂൾ ചെയ്തില്ല, പക്ഷേ അവരെന്ത് ചെയ്തു? ജനത്തിന് ആവശ്യമായ ആലോചനകൾ ഓരോ സമയത്ത് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവർ ഹാൻഡിൽ ചെയ്തു. അത്രയേ ഉള്ളൂ. ഈ ആലോചന പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ്, അവർക്ക് ഡീൽ ചെയ്യാൻ വയ്യാത്ത പ്രോബ്ലംസ് ഇവർ ഡീൽ ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. പക്ഷേ അവർക്ക് പ്രോമിസ് ലാൻഡിൽ ജീവിക്കാനുള്ള എല്ലാ ഓർഡിനൻസസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് വേർഡ്സ് ആൻഡ് കമാൻഡ്മെൻറ്റ്സ് എല്ലാം വളരെ ക്ലാരിറ്റി ആയിട്ട്, വളരെ ക്ലിയറായിട്ട് കർത്താവ് കൊടുത്തത്. നിങ്ങളിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറ്റും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറ്റും. അതൊക്കെ ഇറ്റ് വാസ് വെരി ക്ലിയർ. ദാറ്റ് മീൻസ് ദേ ഹാഡ് ടു ഡിസിപ്ലിൻ ദംസെൽവ്സ്. അവരെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണമായിരുന്നു. പ്രൈസ് ഗോഡ്. ദർ വാസ് നൺ ടു ഡിസിപ്ലിൻ. അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരവർ തന്നെ അവരവരെ ഡിസിപ്ലിൻ ചെയ്യണം. ആസ് എ ചേർച്ച് ഐ ക്യാൻ ടെൽ ദിസ്. നിങ്ങൾ ആസ് എ പേഴ്സൺ, ആസ് എ ബിലീവർ, ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ ആങ്ങളയ്ക്കോ പെങ്ങൾക്കോ ഒന്നും അറിയത്തില്ല. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ പ്രാർത്ഥിച്ച്, എന്നിട്ട് ബൈബിളൊക്കെ അധ്യായങ്ങളൊക്കെ വായിച്ച്, 1, 2, 3, 4, 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും അതൊക്കെ വായിച്ച്, ഞാനൊരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു സദൃശ്യവാക്യം വായിക്കും, ഒരു പ്രോവേബ്സ് വായിക്കും. ദർ ആർ 31 പ്രോവേബ്സ്. ഒരു മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്, മിക്ക മാസങ്ങളിലും. നിങ്ങൾക്ക് ആ ഒരു പ്രോവേബ് വായിക്കാം. ഇന്നിപ്പോൾ 24 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നിപ്പം ഡിസംബർ 1 ആണെങ്കിൽ, പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ വേറൊരു ദിവസമാണെങ്കിൽ ഇന്നത്തെ പ്രൈസ് ഗോഡ്. ഇപ്പം നിങ്ങളിത് കേൾക്കുന്ന ഡിസംബർ 1 ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിസംബർ 1 ഒന്നാമത്തെ ഇത് വായിക്കുക. പിന്നെ നിങ്ങൾക്കൊരു സങ്കീർത്തനം വായിക്കാം. ഇപ്പം 119 സങ്കീർത്തനമാണെങ്കിൽ എല്ലാം വായിക്കാൻ ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ 10, 20, 30 വാക്യങ്ങൾ വായിക്കാം. ഒരു സങ്കീർത്തനം വായിക്കുക. പഴയ നിയമത്തിലെ ഒരു ചാപ്റ്റർ വായിക്കുക, പുതിയ എന്തെങ്കിലും ഒരു ചാപ്റ്റർ വായിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു വരിക.
ഉൽപ്പത്തി 1 ആണെങ്കിൽ നാളെ ഉൽപ്പത്തി 2, മറ്റന്നാൾ ഉൽപ്പത്തി 3. പുതിയ നിയമത്തിൽ മത്തായി ആണെങ്കിൽ ഇന്ന് മത്തായി 1, നാളെ മത്തായി 2, പ്രോവർബ് 1, സാംസ് 1. പ്രൈസ് ഗോഡ്. അങ്ങനെ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബൈബിൾ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റും. അങ്ങനെ ഡിസിപ്ലിൻ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക. ഇത് നിങ്ങളിന്ന് ബൈബിൾ വായിച്ചോ, നിങ്ങളിന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങൾ ദിവസം ഇന്ന് അല്പസമയം ചിലവഴിച്ചോ, ഇതൊന്നും എല്ലാവരോടും ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ആൾക്കാരോട് ചോദിക്കും, വിശ്വാസത്തിലേക്ക് വന്നൊന്ന് ഉറയ്ക്കുന്നവരെ. പിന്നീട് 10 വർഷം 20 വർഷം കഴിയുമ്പോഴത്തേക്കും 20 വർഷം കഴിഞ്ഞ ഒരാളോട് പിന്നെ ഇന്ന് ബൈബിൾ വായിച്ചോ, ഇന്ന് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിലെ നമ്മൾ അവർക്ക് ഫുഡ് നമ്മൾ കൊടുക്കും, പിന്നെ നമ്മൾ കൊണ്ട് വെച്ച് കൊടുക്കും, അവർ കഴിച്ചില്ല അവരെ കഴിപ്പിക്കും. അതായത് ഒരു 10-15 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴിക്കടാന്ന് അവരുടെ മുമ്പിൽ വിളമ്പി വെച്ച് കൊടുക്കും, അവർക്ക് കഴിക്കാം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവർ തന്നെ ചിലപ്പോൾ എടുത്ത് കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് യു ഹാവ് ടു ഡിസിപ്ലിൻ യുവർ സെൽഫ്. ഈവൻ ദ സ്പിരിച്വൽ തിങ്, ആ സ്പിരിച്വൽ കാര്യങ്ങളിൽ പോലും നിങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം. പ്രൈസ് ഗോഡ്. അത് തന്നെയാണ് ജഡ്ജസിൻ്റെ കാലത്ത് നടന്നത്. നമ്മളും ആ ഒരു ജഡ്ജസിൻ്റെ കാലത്തുള്ളതുപോലെ തന്നെയാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. സോ നമുക്ക് 2:7 വായിക്കാം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. നോക്കൂ, അവിടെ ന്യായാധിപന്മാർ 2:7 വായിക്കുമ്പം, ജഡ്ജസ് 2:7 വായിക്കുമ്പം ഒന്നുകൂടെ വായിച്ചോ. അത് യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. നോക്കൂ, ദൈവപ്രവൃത്തി കണ്ടിട്ടുള്ള ആളുകൾ, ജോഷുവയുടെ ആ ഒരു സമകാലികരായ ആളുകൾ, കണ്ടംപററി ആയിട്ടുള്ള ജീവിച്ചിരുന്ന ആളുകൾ, ജോഷുവയുടെ കാലത്ത് ജോഷുവയുടെ കൂടെ ജീവിച്ചിരുന്ന ആളുകളും ജോഷുവയോട് ചേർന്ന് ജോഷുവ ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ടുള്ളവരും, അല്ലെങ്കിൽ ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും കണ്ടിട്ടും കേട്ടിട്ടുമുള്ള, അല്ലെങ്കിൽ ഡയറക്റ്റ് കേട്ടുള്ള ആളുകൾ, അവരൊക്കെ ദേ സെർവ് ദ ലോർഡ് ഹോൾ ഹാർട്ടഡ്ലി. അവർ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അവർ സേവിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ദൈവത്തെ വചനം വായിച്ച് നമ്മൾ അറിയണം. പക്ഷേ വചനം വായിച്ചറിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായൊരു ഗൈഡൻസ് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. വ്യക്തമായൊരു ഗൈഡൻസ് നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ഗൈഡൻസിൽ മുന്നോട്ട് പോകണം. ആൻഡ് മോർ ദാൻ ദാറ്റ്, എനിക്ക് വളരെ 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 സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാരണം, യു ഷുഡ് ഹാവ് ആൻ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾ ജീവിതാവസാനം വരെയും ആരുടെയും സപ്പോർട്ടിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാണ് ഈ എൻകൗണ്ടർ ഉണ്ടാകുന്നത്? യു ഷുഡ് ഹാവ് എ ഹാർട്ട് ഫോർ ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടിയുള്ളൊരു ഹൃദയം ഉണ്ടാകണം. കർത്താവ് പറഞ്ഞെന്താ? സീക്ക് ye first the kingdom of God and his righteousness and all these things shall be added unto you. മത്തായി 6:33. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും തരും. എന്നുവെച്ചാൽ യു ഹാവ് ടു സെറ്റ് യുവർ പ്രയോറിറ്റി ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈറ്റ്യസ്നെസ്. നിങ്ങളുടെ സ്വന്തം ഒരു കിങ്ഡം പണിയാൻ വേണ്ടിയല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സെൽഫ് റൈറ്റ്യസ്നെസ്, നിങ്ങളുടെ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സെൽഫ് റൈറ്റ്യസ്നെസ്സിന് വേണ്ടി അല്ല ദൈവം വിളിച്ചത്. നിങ്ങൾ ചെയ്ത പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷനുണ്ട്. അത് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തത് എന്നൊക്കെ. യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻസ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. പ്രൈസ് ഗോഡ്. പക്ഷേ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകണമല്ലോ. യു ഹാവ് ടു സെറ്റ് യുവർ പ്രയോറിറ്റി ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈറ്റ്യസ്നെസ്. നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആകുമ്പോൾ, പ്രൈസ് ഗോഡ്, നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആകുമ്പോൾ, ആമേൻ, യു വിൽ ഹാവ് ആൻ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്. സംശയിക്കേണ്ട. പക്ഷെ പലർക്കും അത് ഉണ്ടാകാത്ത എന്താ അറിയോ? അവർക്ക് ദൈവം എന്നൊക്കെ പറയുന്നത് സൈഡ് ബിസിനസ്സാണ്. ദൈവം, ദൈവിക കാര്യങ്ങൾ, ദൈവരാജ്യം, ഗോഡ്സ് റൈറ്റ്സ് അവർക്കൊരു സൈഡ് ബിസിനസ്സാണ്. അവരുടെ മെയിൻ ബിസിനസ്സൊക്കെ വേറെയാണ്. അങ്ങനെയുള്ളവർക്കൊരു എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. ഉണ്ടാകാൻ സാധ്യത കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി you must set your priority for God and his kingdom and his righteousness and his perfect will in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏത് ആഗ്രഹത്തിനും അപ്പുറമായി, നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. more than your dreams, more than your desires, more than your plans,
if you set God's plans in your life, if you set God's perfect will in your life, if you set God's righteousness in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, ഇതൊക്കെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് സെറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടാകും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. നിങ്ങൾ ചെയ്തു നോക്കത്. ഓക്കെ, നമുക്ക് അതിൻ്റെ 10ാമത്തെ വാക്യം, ചാപ്റ്റർ 2 വേഴ്സ് 10. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. ന്യൂ ജനറേഷൻ. മനസ്സിലായോ നിങ്ങൾക്ക്? There was a new generation. മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ചോ. പിന്നെ ആ തലമുറയൊക്കെയും, ഏത് തലമുറ? ജോഷുവയുടെ തലമുറയും ജോഷുവയുടെ കാലത്തൊക്കെയും ദൈവപ്രവൃത്തി കണ്ട തലമുറ മുഴുവൻ മരിച്ചു കഴിഞ്ഞു. അവർ തലമുറ ടോട്ടലി പോയി. അവർ യവനിയയ്ക്ക് അപ്പുറത്തേക്ക് പോയി, അവർ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി. അവരുടെ ശേഷം യഹോവയെയും കർത്താവിനെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറ, another nation, another generation, a new generation. There arose a new generation. Praise God. ഞാനിത് വായിച്ചപ്പോൾ, ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തപ്പം ഈ തലമുറയുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്യാൻ എനിക്ക് തോന്നി. പ്രൈസ് ഗോഡ്. അപ്പന്മാരും വല്യപ്പച്ചന്മാരും ദൈവത്തെ അറിഞ്ഞിറങ്ങി പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ മരുഭൂമിയിൽ അവരെ യാത്ര ചെയ്ത് വെള്ളമില്ലാത്ത അവസരങ്ങൾ, കിട്ടിയ വെള്ളം കയ്പായ അവസരങ്ങൾ, അങ്ങനെ ഒത്തിരി കഷ്ടങ്ങൾ കണ്ട ഒരു തലമുറയാണ്. പക്ഷെ അവർ നല്ലൊരു പങ്ക് ദൈവത്തെ സേവിച്ചു നിന്നു. കുറേ പേരൊക്കെ പോയി. അങ്ങനെ പ്രോമിസിൽ എത്തിച്ചേർന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ഭൂമിയിലെത്തി. There was blessings, there was prosperity, there was God's provisions, God's protection, everything. എന്തു പറ്റി? ഈ തലമുറ, ഒരു തലമുറ കഴിഞ്ഞപ്പോൾ, ജോഷുവയുടെ ആ ഒരു തലമുറയെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവത്തെ അറിയാത്ത ഒരു തലമുറ ഉദയം ചെയ്തു. ദൈവത്തെ അറിയാത്ത തലമുറ. പ്രൈസ് ഗോഡ്. എനിക്ക് ഈ ഒരു കാലഘട്ടവുമായിട്ട് വളരെ കണക്ട് ചെയ്യാൻ തോന്നി ആ ഭാഗം കണ്ടപ്പോൾ. നമ്മൾ ഇന്നത്തെ തലമുറയെ നോക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ, ഈവൻ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ബോൺ അഗെയിൻ ബാപ്റ്റൈസ്ഡ് പീപ്പിൾ, ബോൺ അഗെയിൻ ബാപ്റ്റൈസ്ഡ് എ ന്യൂ ജനറേഷൻ. ഞാൻ ഒട്ടും നെഗറ്റീവായിട്ട് പറയുകയല്ല, എല്ലാവരും അങ്ങനെയാണെന്നും ഞാൻ പറയുകയല്ല. അതിനകത്ത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് വളരെ പ്രതിപത്തിയുള്ള, ദൈവത്തോട് വളരെ ഇൻറ്റിമസി ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ തലമുറയിലും അതുണ്ട്. ഈവൻ ജോഷുവയുടെയും മോശയുടെയും കാലത്തും മോശമായിട്ട് ജീവിച്ച ആളുകളുണ്ടായിരുന്നല്ലോ. എല്ലാ തലമുറയിലും അതുണ്ട്. ഈ തലമുറ മൊത്തം അങ്ങനെയാണെന്നും ഞാൻ പറയല്ല കേട്ടോ, നിങ്ങളങ്ങനെ എന്നെ ചിന്തിക്കരുത്. പക്ഷേ ഈ ഒരു തലമുറയിലും ജോഷുവയെയും കാലേബിനെയൊക്കെ പോലെ, ദാവീദിനെയൊക്കെ പോലെ ജീവിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് ഒരു തലമുറകളുണ്ട്. ഞാൻ റിയലി അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷേ മെജോറിറ്റി, ഐ എം ടോക്കിംഗ് അബൌട്ട് മെജോറിറ്റി. പ്രൈസ് ഗോഡ്. വിശ്വാസത്തിൽ വന്നെന്ന് പറയുന്ന ആളുകൾ പോലും, ഈവൻ ഐ എം ബോൺ അഗൈൻ ബാപ്റ്റൈസ്ഡ് ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ് പ്രേയിങ് ഇൻ അതർ ടങ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും നല്ലൊരു പങ്കും ദേ ആർ ടോട്ടലി അവേ ഫ്രം ദ ലോഡ്. അവർ പൂർണ്ണമായിട്ടും അകന്നുപോയ ഒരു തലമുറ നമ്മളിന്ന് കാണുന്നത്. ഞാൻ ഇൻസിഡൻസ് ഒന്നും എടുത്ത് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ മീഡിയാസിലൂടെ കാണുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ, ടെലിവിഷനിലൂടെ, പേപ്പറിലൂടെ, ന്യൂസ് പേപ്പറിലൂടെ ഒക്കെ കാണുന്ന കാര്യങ്ങളെ നമുക്കൊരു പക്ഷേ ഒരു 70s 80s ഒക്കെ ഒരു 10 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള കുഞ്ഞ് ഒരിക്കലും ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത, ഒരു പോസിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. ഒരു പേടിയില്ല, ആരെയും ഒരു പേടിയില്ല. എത്ര ലാഘവത്തോടു കൂടി അത് ചെയ്യുന്നത്, എത്ര ഈസി ആയിട്ട് അതൊക്കെ ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ വിത്ത് മീ. That's the attitude. Praise God. അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറ, ഈ ഒരു തലമുറയിൽ ഐ എം കണക്റ്റിംഗ്. ആ ഒരു തലമുറയും ഈ തലമുറ ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഇവർ പരാജയപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ദാറ്റ്സ് മൈ മെസ്സേജ്. എല്ലാം പറയാൻ ഇന്ന് എനിക്കൊക്കത്തില്ല. ഐ വിൽ കണ്ടിന്യൂ. ഈ സെയിം മെസ്സേജ് ഞാൻ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ നിങ്ങൾ മിസ് ചെയ്യരുത്. പ്രൈസ് ഗോഡ്. നമുക്ക് അതിൻ്റെ 11 മുതൽ ചാപ്റ്റർ 2 വേഴ്സ് 11 through 15, 11 മുതൽ 15 വായിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു.
അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. യഹോവ അരുളി ചെയ്തിരുന്നത് പോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടം ഉണ്ടാകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിലൊക്കെ ഒരു വലിയ ടീച്ചിങ്, എല്ലാ കാലഘട്ടത്തിൽ ഫസ്റ്റ് സെഞ്ചുറിയിലൊക്കെ ഉള്ളൊരു ഇതാണ് ഹൈപ്പർ ഗ്രേസ്, ഗ്ലോറിയസ് ഗോസ്പൽ. എന്താ? അങ്ങനെയൊന്നുമില്ല, എന്തും ചെയ്യാം. വി ആർ അണ്ടർ ഗ്രേസ്. വി ആർ നോട്ട് അണ്ടർ എനി ലോ. വി ആർ അണ്ടർ ഗോഡ്സ് ഗ്രേസ്. So you commit anything, no problem. You commit adultery, you commit stealing, you commit, anything. നിങ്ങൾ മോഷ്ടിക്കുകയോ കള്ളം പറയുകയോ വ്യഭിചരിക്കുകയോ എന്തും ഒരു കുഴപ്പമില്ല, നമുക്ക് ലോ ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി ദുരുപദേശങ്ങൾ 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, പ്രവാചകന്മാരുടെ കാലത്തും ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. ഇറ്റ്സ് നോട്ട് വെരി ന്യൂ. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദർ വിൽ ബി കോൺസിക്വൻസസ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പാപത്തിന് കോൺസിക്വൻസസ് ഉണ്ട്. അത് ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നോ ന്യൂ ടെസ്റ്റമെൻ്റ് എന്നോ 21st സെഞ്ച്വറിയിൽ നിന്നൊന്നും വ്യത്യാസമില്ല. ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മളെ അങ്ങ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, വാട്ട് യു സോ യു ഷാൽ റീപ്പ്. അതാണ് നമ്മൾ എന്ത് വിതയ്ക്കുന്നു അത് ദാറ്റ്സ് എ ലോ ഓഫ് ദ നേച്ചർ. ഈ പ്രകൃതിയുടെ നിയമം തന്നെ അതാണ്. നമ്മൾ എന്ത് വിതയ്ക്കുന്നു, ചക്കക്കുരു ഇട്ടാൽ പ്ലാവ് ഉണ്ടാകും, ആഞ്ഞിലിക്കുരു ഇട്ടാൽ ആഞ്ഞിലി മരം ഉണ്ടാകും, മാങ്ങയുടെ അരി ഇട്ടാൽ മാവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിച്ചു. ജസ്റ്റ് അതിൻ്റെ ഒരു റെമഡിയും കൂടെ ഒന്ന്, എന്താണ് അതിൻ്റെ റെമഡി, നമുക്ക് അതുകൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേഴ്സ് 16. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ നിർത്തുകയാണ്. ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ വിഷയം അതാണല്ലോ, ന്യായാധിപന്മാർ, ജഡ്ജസ്. അപ്പോൾ ഇങ്ങനെ ഈ ജനം പാപം ചെയ്യുമ്പോഴും ദൈവം ഇവരെ പലപ്പോഴും അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കാൻ ദൈവം പലപ്പോഴും അനുവദിച്ചു കൊടുത്തപ്പോഴും അവർ കരയുമ്പോഴൊക്കെ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. മനസ്സിലായോ? ജഡ്ജസ്, ടു സേവ് ദം, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ദാറ്റ് ഈസ് ഗോഡ്സ് ലവ്, മേഴ്സി ആൻഡ് കമ്പാഷൻ. അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമുക്കൊരു ദോഷം വരുമ്പോൾ മാറി നിന്ന് ചിരിക്കുമല്ല, അവിടെയും നമ്മളെ ആ ദോഷത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് വേണ്ടി അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന, ആ പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ വേണ്ടി ആളുകളെ ഒരുക്കുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. അവരെ രക്ഷിച്ചു. നമ്മളിനി എൻ്റെ കഥകൾ അടുത്ത ആഴ്ച കേൾക്കാൻ പോവാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. എന്തായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതാ പറഞ്ഞത്. നമുക്കിനി മുന്നോട്ട് ഇന്ന് സമയമില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ റെഗുലറായിട്ട് ഇത് കേൾക്കണം. നിങ്ങൾ ഒറ്റ എപ്പിസോഡ് പോലും മിസ് ചെയ്യരുത്. റെഗുലറായിട്ട് കേൾക്കണം. നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കാൻ വേണം. പ്രൈസ് ഗോഡ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാലഘട്ടത്തോട് വളരെ കണക്റ്റഡ് ആണിത്. പ്രൈസ് ഗോഡ്. സോ ലെറ്റ്സ് പ്രേ. നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് നിങ്ങളിത് കേട്ടുകൊണ്ടിരുന്നപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചില കുടുംബാംഗങ്ങളുമായിട്ട് ഈ സ്റ്റോറി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മക്കളാകാം, ഹസ്ബൻഡാകാം, വൈഫാകാം, സഹോദരങ്ങളാകാം, ഫ്രണ്ട്സാകാം, ചിലപ്പോൾ ചേർച്ചിലൊരു മെമ്പറാകാം, ചിലപ്പോൾ ഒരു പാസ്റ്ററാകാം. പ്രൈസ് ലോർഡ്. സോ ഈ ഒരു തലമുറയിൽ ഒരിക്കലും ജോഷുവയ്ക്ക് ശേഷമുണ്ടായ തലമുറ വഴിവിട്ടു പോയതുപോലെ വഴിവിട്ടു പോകുന്ന പലരെയും കണ്ട് വേദനിക്കുന്നവരാൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും. അങ്ങനെ ചില ആളുകളുടെ ചിത്രം, അവരുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എവിടെയാണോ ഒരു മോചനം, ഒരു ഡെലിവറൻസ് ആവശ്യമുള്ളത്, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിൽസി എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി വിൽസി പ്രാർത്ഥിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുക. ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു പ്രേ.
Hallelujah. Thank you, Jesus. Thank you, Father. Thank you, Holy Spirit. Praise your holy name, Lord. We praise your holy name. കർത്താവെ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അനേക നാളുകളായി ഞങ്ങളുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ നാളുകൾ കർത്താവെ, പിശാചിൻ്റെ പിടിയിൽ കർത്താവ് വീണുപോയ ചിലർക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ദാസനെ ശക്തമായി കർത്താവ് ഉപയോഗിച്ചതിനാൽ കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ചുറ്റിലും പാർക്കുന്ന ഞങ്ങളുടെ ഇടയിലുള്ള കർത്താവെ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവനാമ മഹത്വം കർത്താവെ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് കാണണം. ദൈവവചനം ഞങ്ങളോട് പറയുന്നു കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടവരെ വിടുവിക്കുമെന്ന് ഞങ്ങളുടെ വചനം ഞങ്ങളോട് പറയുന്നു. കർത്താവ്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് കർത്താവെ ദൈവം വിടുതൽ നൽകി എന്ന് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, ഇന്ന് ഈ കർത്താവ് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ചെറിയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ, ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കർത്താവ്, സഹോദരങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കണ്ണു തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവർ ദുർമാർഗങ്ങൾ വിട്ട് തിരിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവ വഴി വിട്ടു പോകുന്ന എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും അവരുടെ കാലുകൾ കർത്താവെ വിട്ട് അവർ കർത്താവെ ദൈവമുഖം അന്വേഷിച്ച് ദൈവത്തെ പിന്തുടരുവാൻ ഇടയാകേണ്ടത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കൈക്കൊള്ളുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരിക്കലും ആരും നശിച്ചു പോകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷപ്രാപിപ്പാൻ അങ്ങ് ആഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. അതിനുവേണ്ടിയാണല്ലോ അങ്ങ് ഈ ഭൂമിയിൽ വന്ന് അങ്ങയുടെ ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ചത്. കർത്താവെ, ആ വെളിപ്പാട് ഞങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ സന്തോഷം അവരും അനുഭവിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങനെയുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആൻഡ് ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്. നമ്മൾ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇതാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രോമിസ് ലാൻഡ് കൊടുത്തു. ആസ് ഗോഡ് പ്രോമിസ്ഡ്, ദൈവം പ്രോമിസ് ചെയ്തതുപോലെ തന്നെ പ്രോമിസ് ലാൻഡ് കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, എ പ്ലേസ് ഓഫ് പ്രോസ്പെറിറ്റി, എ പ്ലേസ് ഓഫ് ഗോഡ്സ് പ്രൊവിഷൻ, എ പ്ലേസ് ഫോർ ഗോഡ്സ് പ്രൊട്ടക്ഷൻ. എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്തു പറ്റി? ആ ഫ്രീഡം, ആ പ്രോമിസ്, ആ പ്രോസ്പെറിറ്റി ലെഡ് ദം ടു ദെയർ ഡിസ്ട്രക്ഷൻ. അവരുടെ നാശത്തിലേക്ക് അവർ നയിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കുറ്റമല്ലത്, അവരുടെ അനുസരണക്കേടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നമ്മളെ പ്രോസ്പെറസ് ആക്കുമ്പോൾ, ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ, ദൈവം നമ്മളെ എക്സോൾട്ട് ചെയ്യുമ്പോൾ അതൊന്നും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയാകരുത്. നമ്മുടെ താഴ്ചകൾ, നമ്മുടെ വീഴ്ചകളിലും നമ്മോടൊപ്പം നിന്ന കർത്താവ് നമ്മളെ ഉയർത്തിയത് ദൈവത്തെ വിട്ടുപോകാൻ വേണ്ടിയല്ല. അങ്ങനെ പോകാതിരിക്കാനും, അങ്ങനെ പോയ ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവർ മടങ്ങി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സിസ്റ്റർ ഫേബ ഈ സമയത്ത് പ്രാർത്ഥന. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ദൈവമേ അവർക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അവരെ ദൈവം നേർവഴി നടത്തിയിട്ടും പലപ്പോഴും അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാം അവർ ദുഷ്ടതയ്ക്ക് മറയാക്കി ജീവിച്ചു. ദൈവമേ, ഇതെല്ലാം ഞങ്ങൾക്ക് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ജീവിതത്തിൽ നന്മ വരുമ്പോഴും തിന്മ വരുമ്പോഴും താഴ്ച വരുമ്പോഴും ഉയർച്ച വരുമ്പോഴും ഏത് സമയത്തും ദൈവസന്നിധിയിൽ നിന്നും മാറാതെ ദൈവത്തിൻ്റെ നന്ദിയോടെ ജീവിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, വിഷയങ്ങൾക്ക് വിടുതലെടുക്കുവാൻ എല്ലാം ഈ ദിവസങ്ങളെ സഹായിക്കണമേ. നന്മ വന്നത് മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നു മാറി ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഈ വചനം കർത്താവെ അവരെ രൂപാന്തരപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ ദൈവ സ്നേഹത്തിലേക്ക്, ആ ദൈവത്തിൻ്റെ കർത്താവെ കരങ്ങളിലേക്ക് അവർ മടങ്ങി വരുവാൻ ഇടയാക്കണമേ. ആരും ദൈവസന്നിധി വിട്ട് പിന്മാറിപ്പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവത്തെ മാത്രം സേവിച്ച്, ദൈവത്തെ മാത്രം മാനിച്ച്, ദൈവത്തോട് പറ്റി നിൽക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇസ്രായേൽ മക്കളുടെ ജീവിതം ഓരോ ദിവസവും കർത്താവ് വചനം വായിക്കുവാൻ, കർത്താവെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ദൈവമേ ഞങ്ങൾ കണ്ട് കേട്ട് വായിച്ചത് തിരിച്ചറിയുവാൻ, അതൊന്നും ഞങ്ങളുടെ ലൈഫിനെ ബാധിക്കാതെ കർത്താവെ ഓരോ ദിവസവും ദൈവവചനം വായിച്ച് അതിൽ പ്രത്യാശ വയ്ക്കുവാൻ, കർത്താവെ നേർവഴി നടക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിക്കുന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ക്രമീകരണം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. 2:11 മുതൽ 15 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദർ ഈസ് കോൺസിക്വൻസസ് ഫോർ സിൻ. പാപത്തിന് പരിണത ഫലങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങൾ നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഇന്നും വീണ് കിടക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഇത് കേൾക്കുന്ന ആ സമയത്ത്, നിങ്ങൾ ഇരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്
നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ നിങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്ന ചില പാപ സ്വഭാവം നിങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് പുറത്തു വരുവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, വീണ്ടും ഞങ്ങൾ അങ്ങയുടെ തിരുപാദപീഠത്തോട് അടുത്ത് വരുന്ന കർത്താവേ, ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കർത്താവെ പല തെറ്റുകൾ മുഖാന്തരം അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ച് കർത്താവെ അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച് ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവെ ഇന്ന് രാത്രിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് അവരുടെ കർത്താവെ ജീവിതത്തിൽ വന്ന ആ അനർത്ഥങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിപ്പാൻ ഓരോ വ്യക്തികളെയും കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണല്ലോ നാഥ. കർത്താവെ വചനം ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതാണല്ലോ കർത്താവെ. പാപത്തിൻ്റെ കർത്താവെ ശമ്പളം മരണമെന്ന് അങ്ങയുടെ വചനം പറയുന്നു. കർത്താവെ ഞങ്ങൾ ചെയ്യുന്ന ഏത് കർത്താവെ തെറ്റുപ്രവർത്തികൾക്കും ഈ ലോകത്തിൽ കർത്താവെ പല വിധത്തിലുള്ള കർത്താവെ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ കാരണമായി തീരുന്നുണ്ടല്ലോ നാഥ. അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിപ്പാൻ, ജയം നേടുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദൈവപരിജ്ഞാനം കർത്താവ് ഓരോ ജീവിതങ്ങൾക്കും ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനങ്ങൾ കർത്താവ് കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളത്തിൽ കർത്താവ് ക്രിയ ചെയ്യുവാൻ ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് തിക്തഫലങ്ങൾ അനുഭവിച്ച് കർത്താവെ വിഷമത്തിൽ ആയിരിക്കുന്ന പ്രയാസത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തന്നെ ഒരു പൂർണ്ണ വിടുതൽ, മാനസാന്തരം, അനുഭവം, അനുഗ്രഹം കർത്താവെ, സന്തോഷം, സമാധാനം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദൈവകരം അവരുടെ മേൽ വെക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ പൂർണ്ണമായി അനുഗ്രഹിച്ച് വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മാനവും മഹത്വവും അപ്പച്ചന് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്കറിയാം, അവർ പ്രാർത്ഥിച്ചപ്പോൾ, അവർ കരഞ്ഞപ്പോൾ ദൈവം അവർക്ക് ജഡ്ജസിനെ കൊടുത്തു, ന്യായാധിപന്മാരെ കൊടുത്തു. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് തെറ്റ് പറ്റിയാലും നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ നമ്മളെ ലീഡ് ചെയ്യുവാൻ, ഗൈഡ് ചെയ്യുവാൻ പ്രോപ്പറായ നല്ല സ്പിരിച്വൽ സ്റ്റാമിനുള്ള ആളുകൾ ദൈവം നമുക്ക് തരും. സോ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ലീഡർഷിപ്പിൻ്റെ കീഴിൽ അല്ല എങ്കിൽ, ആണെങ്കിൽ നിങ്ങൾ അവരെ അനുസരിക്കുക. അല്ല എങ്കിൽ ആ ഒരു ലീഡർഷിപ്പിൻ്റെ കീഴിൽ പൂർണ്ണമായിട്ട് കമ്മിറ്റഡ് ആകുവാൻ, സബ്മിസീവ് ആകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയോട് അടുത്ത് വരുന്നപ്പാ ദൈവമേ സ്തോത്രം. യോശുവയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കൾ കർത്താവ് അവർക്ക് ബോധിച്ചതുപോലെ നടന്നപ്പോൾ ദൈവമേ അവരോട് കരുണ തോന്നി അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു എന്നോർത്ത വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ദൈവമേ എല്ലാ ദൈവജനത്തെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും കർത്താവെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത മേഖലയിൽ, അവർ പ്രയാസപ്പെടുന്ന മേഖലയിൽ, എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന മേഖലയിൽ കർത്താവെ അവർക്ക് ആവശ്യമാകുന്ന ദൈവമേ നല്ല മെൻറ്റേഴ്സിനെ, നല്ല ലീഡേഴ്സിനെ അവർക്ക് നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവസഭയോടും ദേവദാസനോടും ലീഡേഴ്സിനോടും എല്ലാവരോടും കമ്മിറ്റഡ് ആയിട്ടിരിക്കുവാൻ കർത്താവെ, തെറ്റായി യാതൊരു വഴിയിലേക്കും പോകാതെ ദൈവകൃപയിൽ കർത്താവെ അവരെ പഥ്യോപദേശത്തിൽ വളർത്തിയെടുക്കുവാനും അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുവാനുമുള്ള എല്ലാ അധികാരത്തെ അവർ ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ വചനം കേൾക്കുമ്പോൾ ദൈവമേ, അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവർ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവസന്നിധിയിൽ വരുവാൻ, കർത്താവെ നല്ല ലീഡർഷിപ്പിനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവെ അവരുടെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് അവരെ അനുഭവിക്കുവാൻ എല്ലാം ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ ദൈവസന്നിധി വിട്ട് അന്യപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശുശ്രൂഷയിലും ദൈവിക ലീഡർഷിപ്പിലും എല്ലാം അവർ കമ്മിറ്റഡ് ആയിട്ടിരിക്കുവാനും അവരനുസരിക്കുവാനും എല്ലാം ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ മറ്റൊരു വഴിയിലേക്കും ആരും പോകുവാനോ, തെറ്റായ ഉപദേശങ്ങളിലേക്ക് പോകുവാനോ, തെറ്റായ ലീഡർഷിപ്പിലേക്ക് പോകുവാനോ ഒന്നും ആരെയും ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ നടക്കുവാൻ ഓരോ ദൈവമക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അവസാനം പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസവും നമുക്കറിയാം. അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണം ഉണ്ടാകുവാനും ദൈവികമായ ഒരു സ്വസ്ഥതയും സമാധാനവും എല്ലാ രാജ്യത്തും ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, വീണ്ടും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഈ കാലഘട്ടത്തിൽ കർത്താവെ ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേക സംഭവ വികാസങ്ങൾ കണ്ട് കർത്താവെ ഭയപ്പെട്ട് കർത്താവ് നിരാശയിൽ കുടുങ്ങി ജീവിക്കുവാനുള്ളവരല്ല ഞങ്ങൾ. കർത്താവെ, ഈ സംഭവങ്ങളെല്ലാം ഞങ്ങളെ കർത്താവെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനായി ഒരുങ്ങുവാൻ എല്ലാ ദൈവജനത്തെയും അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കാലത്തിൽ കർത്താവെ അങ്ങേ അറിയുവാനുള്ള
ഓരോരുത്തരും തിടുക്കത്തോടെ കർത്താവിനെ അറിഞ്ഞ് മുൻപോട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു കർത്താവ് ജഡം പോലും നഷ്ടമാകുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം ഇനിയും എത്താത്ത ഓരോ മണ്ഡലങ്ങളിലും ഇടങ്ങളിലും കർത്താവിൻ്റെ വചനം എത്തുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രകൃതി വല്ലാതെ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ്, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ കഷ്ടപ്പെടുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവർക്കായി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. മഴക്കെടുതിയിൽ കർത്താവെ അകപ്പെട്ടിരിക്കുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട് കർത്താവെ. രാജ്യങ്ങളിലുണ്ട്, ദേശങ്ങളിലുണ്ട്. അവർക്കായി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ, അവർക്ക് അവരുടെ വേദന മാറ്റുവാൻ കർത്താവെ ഹല്ലേലൂയ മറ്റാർക്കും കഴിയുകയില്ല. കർത്താവെ സഹായിപ്പാനുള്ള കരം അവരുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്നവർ, മഹാമാരിയാൽ ഭാരപ്പെടുന്നവർ, കർത്താവെ ദുർവ്യാധികളാൽ ഭാരപ്പെടുന്നവർ ഒക്കെ ഉണ്ടല്ലോ നാഥ. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവർ കർത്താവെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവം കർത്താവെ വലുതും വിശാലവുമായ വാതിലുകൾ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ പോലും അറിയാത്ത വഴികളിലൂടെ, ചിന്തിക്കുവാൻ നനയ്ക്കുവാൻ കഴിയാത്ത കർത്താവെ സംഭവങ്ങളിലൂടെ ദൈവം അവർക്കായി വലുത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ വിടുതലിൻ്റെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുവാൻ കർത്താവെ ആഗ്രഹമുണ്ടായിട്ടും കഴിവില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഹല്ലേലൂയ. പല വിധത്തിൽ പല കർത്താവെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ അനേകരുണ്ട് കർത്താവെ. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ ലോക സംഭവങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവെ കാലങ്ങളെ ഗ്രഹിപ്പാൻ എല്ലാ ദൈവജനത്തെയും സഹായിക്കണമേ. ഞങ്ങൾ കർത്താവെ മറ്റുള്ളവരോട് കർത്താവിൻ്റെ സുവിശേഷം കർത്താവെ പ്രസംഗിക്കുവാൻ, കർത്താവെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, കേൾക്കുന്നവർ അത് വിശ്വസിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ മീറ്റിങ്ങുകളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ദൈവകരം നീട്ടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകയാൽ സ്തോത്രം, കേട്ടിരിക്കയാൽ സ്തോത്രം. മാനവമഹത്വവും അപ്പച്ചന് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ. മേ ദ ലോർഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ ആരും മുടക്കരുത്. ഇത് വളരെ രസകരമാണ്. രസകരമെന്ന് പറഞ്ഞാൽ ഇത് വളരെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കേണ്ട കാര്യമാണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒരു എപ്പിസോഡ് മുടക്കാതെ കാണുക. ലിങ്കുകൾ നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഗുഡ് നൈറ്റ്. കറക്റ്റ് ടൈമാണ്.